ഇന്ദു അങ്ങോട്ട് മാറി നിന്നുള്ളൂ, ഞാൻ കഥ തള്ളി തുറക്കാം. ഇന്ദു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഇന്ദു ദുഃഖിക്കണ്ട. എനിക്ക് പെർമിഷൻ കിട്ടിയാലുടൻ നമ്മുടെ വിവാഹം നടക്കും. ഇന്ദു, ഒരു ഹാപ്പി ന്യൂസ്. വിവാഹം കഴിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി ഞാൻ എഴുതി കഴിഞ്ഞു. ഓർഡർ വരാൻ താമസിക്കുമോ? ഏയ്, വലിയ താമസമൊന്നും ഉണ്ടാവില്ല. എന്താ, ഇപ്പൊ സമാധാനായില്ലേ? ഇല്ല. അതെന്താ? എന്റെ ഭയം കൂടിക്കൂടി വരികയാണ്. ഭയമോ? എന്ത് ഭയം? അമ്മയാവാൻ പോകുമ്പോഴുള്ള ഭയം. സത്യമാണോ? ഇന്ദു എന്ത് തോന്നുന്നു? മനസ്സിലായില്ല അല്ലേ? ആണോ പെണ്ണോ എന്നാണ് എന്റെ ചോദ്യം. ഓ, അതാണോ? അതെ. ആണാണെങ്കിൽ അവനെ ഒരു പൈലറ്റ് ആക്കണം, പെണ്ണാണെങ്കിൽ ഒരു ഡോക്ടർ. എന്താ? ഹലോ, അശോക് ഹിയർ. യെസ് സർ. യെസ് സർ. കമ്മിങ് സർ. എന്താണൊന്നും മിണ്ടാത്തത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താണെങ്കിലും എന്നോട് പറയില്ലേ? ഇന്ദുവിനോട് ഞാനതെങ്ങനെ പറയും? 3 മാസത്തേക്ക് നമുക്ക് പിരിയേണ്ടി വരും. എങ്ങനെ? സ്പെഷ്യൽ ട്രെയിനിങ്ങിനായി ഡൽഹിയിൽ പോകാൻ എനിക്ക് ഓർഡർ ഉണ്ട്. ലീവ് എടുത്തൂടെ? വ്യോമസേനയിലെ നിയമം ഇന്ദുവിന് അറിഞ്ഞുകൂടാ. പോയേ പറ്റൂ. ഏയ്, ഞാൻ 3 മാസം കഴിഞ്ഞ് വരില്ലേ? അതുവരെ സാരമില്ല ഇന്ദു, വന്നാലുടൻ നമ്മുടെ വിവാഹം. എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തിന്? ഇന്ദുവിന്റെ അച്ഛനോട് ഞാൻ എല്ലാം തുറന്നു പറയാം. ദേ,
ഒന്നും സംഭവിക്കില്ല. ഇന്ദുവിനെ അന്വേഷിച്ചു. ഇന്ദു പ്രസവത്തിൽ മരിച്ചതായി അറിഞ്ഞു. ഒരു പെൺകുഞ്ഞ് ജനിച്ചതായും ആരോ അതിനെ വളർത്തുന്നതായും അറിഞ്ഞു. കുഞ്ഞിനെ അന്വേഷിച്ചു. ഈ നിമിഷം വരെ ഞാൻ എന്റെ മകളെ തേടുകയാണ്. പക്ഷേ എന്റെ ജീവിതത്തിലെ ഇരുളടഞ്ഞ ഏടാണിത്. സാറെന്താ ആലോചിക്കുന്നത്? മിടുക്കിയാണല്ലോ. മോന് വിവരമെല്ലാം പറഞ്ഞു. അവന് അത്ര കണ്ട് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കൊള്ളാൻ ഞാൻ സമ്മതിച്ചു. അതിനു മുമ്പ് നാം തമ്മിലൊന്ന് കണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായി. ജെൻസിക്ക് എത്ര വയസ്സായി? ജസ്റ്റ് പാസ്ഡ് അവേ 23 കഴിഞ്ഞു. അതായത് 23 കഴിഞ്ഞു. അതിനൊക്കെ ഒരു എഴുത്തുകാരിയായി. ദാറ്റ് ഇസ് റിയലി ട്രെമൻഡസ്. അവളുടെ നക്ഷത്രം എന്താണെന്ന് അറിയാമോ? നക്ഷത്രം മീൻസ് സ്റ്റാർ. അവള് സ്റ്റാർ ഉള്ളവളാ. ഇവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, അതൊന്നും നോക്കാറില്ല. ഓ, ജെൻസിയുടെ അമ്മ മരിച്ചുപോയി പ്രസവിച്ച ഉടനെ. അല്ലല്ല, ജെൻസിക്ക് 5 വയസ്സുള്ളപ്പോ. എന്തായിരുന്നു പേര്? കാരുണ്യബാബാവിന്റെ പേരായിരുന്നു. മേഴ്സി. കുട്ടിയുടെ പേരിൽ സ്വത്ത് വല്ലതും? കുടുംബോഹരിയായി എനിക്ക് സിറ്റിക്കുള്ളിൽ 1 ഏക്കർ വസ്തുവുണ്ട്. പക്ഷേ എന്റെ ചേട്ടന്മാർ അതെനിക്ക് തരാതെ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതെന്താ? എനിക്ക് കുട്ടികളില്ലാത്തതുണ്ട്. നിയമപരമായി എനിക്ക് കുട്ടികളുണ്ട്. അല്ല, കുട്ടികളുണ്ട്. മിസ്റ്റർ സേവിയർ, നിങ്ങൾ എന്തോ എന്നിൽ നിന്നും ഒളിച്ചു വെക്കുന്നു. ദയവായി സത്യം പറയൂ. ഇല്ല, ഞാൻ ഒന്നും വിളിച്ചില്ല. ഞാൻ പറഞ്ഞ സത്യമാണ്. നോ, അല്ല. സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ വിവാഹം നടക്കൂ. അല്ലെങ്കിൽ നടക്കില്ല. ജെൻസി നിങ്ങളുടെ സ്വന്തം മകളാണോ? അതെ സാർ. നോ, അല്ലെന്നാണ് എന്റെ അറിവ്. നമസ്കാരം സാർ. ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താമെന്ന് വിചാരിച്ചു. ഈ ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞുണ്ടെന്ന്. ആരാ പറഞ്ഞത്? ഇവിടുത്തെ ഒരു നഴ്സാ. ഓ, ഇന്ദു എന്ന പേഷ്യന്റിന്റെ കുട്ടിയായിരിക്കും. ഡാൻസ് ടീച്ചറോ മറ്റോ? ഓ അതെ, ഇന്ദുവിനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിക്കോളാം സാർ. എന്താ നിങ്ങളുടെ പേര്? പേര് ജോസഫ് കുട്ടി. മേൽവിലാസം കൊടുത്തിട്ട് താഴത്തെ രജിസ്റ്ററിൽ ഒപ്പിച്ച ശേഷം കുട്ടിയെ കൊണ്ടുപോകാം. ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം. എന്റെ ജീവനാണ് അവൾ. എന്നെ വളർത്തുമ്പോഴാണ് ജെൻസി. നിങ്ങൾ ആ കുട്ടിയെ ആശുപത്രിയിൽ നിന്നാണോ എടുത്തത്? അതെ. ഏത് ആശുപത്രിയിൽ നിന്ന്? കൊല്ലത്തെ മിഷൻ ആശുപത്രിയിൽ നിന്ന്. ആശുപത്രിയിൽ നിങ്ങൾ മേൽവിലാസം തെറ്റായല്ലേ കൊടുത്തത്? അതെ. ജോസഫ് കുട്ടി എന്ന പേരല്ലേ നിങ്ങൾ കൊടുത്തത്? അത് സാറെങ്ങനെ അറിഞ്ഞു? ആ കുട്ടിയുടെ അമ്മ കുട്ടിയെ പ്രസവിച്ചപ്പോ തന്നെ മരിച്ചെന്നാ ആ നഴ്സ് പറഞ്ഞത്. പേരറിയാമോ? ഇല്ല. അച്ഛൻ ആരാണെന്ന് അറിയാമോ? അറിയില്ല. അച്ഛൻ ഞാനാണ് സേവ്യർ. എന്റെ മകളാണ്. അവൾ എന്റെ സ്വന്തം രക്തമാണ്. ഈ നിമിഷം വരെ ഞാൻ അവളെ അന്വേഷിക്കുകയായിരുന്നു. ഇനി തേടാനൊരിടവുമില്ല. ആശുപത്രിയിൽ ഇന്ദു പ്രസവിച്ചു. ജോസഫ് ആ കുട്ടിയെ കൊണ്ടുപോയി എന്ന രേഖ മാത്രമേ ലഭിച്ചുള്ളൂ. മറ്റു വിവരങ്ങളൊന്നുമില്ലായിരുന്നു. ജെൻസിയോട് ഇത് പറഞ്ഞാൽ ആ നിമിഷം അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഒന്നും സംഭവിക്കില്ല. ഒരു ശരി, എന്റെ മകളെ എനിക്കിപ്പോ നമ്മുടെ മകളെ. അതെ സേവ്യ, അവൾ നമ്മുടെ മകളാണ്.
മോളെ മോള് സ്വപ്നം കാണുകയാണ്. അങ്കിൾ എപ്പോ വന്നു? എന്റെ അന്വേഷണം പൂർത്തിയായി. നീ അതറിയുന്നില്ല മോളെ. അങ്കിൾ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? മോളെ, നീ ഒരു കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ നിന്നെ ഉമ്മകൾ കൊണ്ട് ഞാൻ വീർപ്പം മുട്ടിച്ചേനെ. മോളെ, ഞാൻ ഇന്നൊരു വലിയ രഹസ്യം പറയാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമേറിയ ദിവസമാണിന്ന്. ഞാൻ ആയുഷ്കാലം മുഴുവൻ തേടിയ ആ അമൂല്യ നിധി എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. തെളിച്ചു പറയാം മോളെ, ഇറ്റ് ഈസ് എ ഷോക്ക്. എന്റെ മകളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയോ? എവിടെയാണ് ആ കുട്ടി? എന്റെ മുന്നിൽ തന്നെ. നീ എന്റെ മകളാണ് മോളെ. എന്റെ സ്വന്തം രക്തം. അതെ മോളെ, പപ്പായ്ക്ക് മാപ്പ് തരും മോളെ. കഥയൊക്കെ പിന്നെ പറയാം. പപ്പ വളർത്തച്ഛനാണ് മോളെ. ഇദ്ദേഹമാണ് നിന്റെ പപ്പ. മോളെ, എന്റെ മോളെ, എന്റെ കുട്ടി കരയാതെ മോളെ. ഡാഡിയെ നോക്ക് മോളെ. എന്റെ പൊന്നു മോളല്ലേ ഒന്ന് ചിരിച്ച്. ആ, എന്റെ മോളൊന്ന് ചിരിച്ച്. എന്റെ പൊന്നു മോളൊന്ന് ചിരിച്ച്. മോളൊന്ന് ചിരിച്ച്. മോളെ, എന്റെ പൊന്നു മോളെ. അച്ഛനറിയാം. എന്റെ മോളെ ചിരിപ്പിക്കാൻ മോളെ. മോളെ, മോളെ. ഹലോ, അഡ്വക്കേറ്റ് സുരേഷിന്റെ വീടല്ലേ? ആ, അശോക് ഹിയർ. നാളെ 6 മണിക്ക് ഇങ്ങോട്ടൊന്ന് വരണം. ആ, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ഒരു വിൽപ്പത്രം തയ്യാറാക്കാനുണ്ട്. ആ, പ്രായമായിട്ട് വരികയല്ലേ. എന്താ? ബംഗ്ലാവ് വാങ്ങിച്ച ഡേറ്റോ? ആ, ഞാൻ കുറിച്ച് വയ്ക്കാം. അപ്പൊ വയ്ക്കട്ടെ. ആ, ബാബു സാർ, ഈ എഴുത്ത് ജൻസിക്ക് കൊടുക്കണം. വന്നില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് രോഗികളെ ആരെയും നോക്കുന്നില്ലെന്ന് പറഞ്ഞേക്കും. ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ. എന്റെ പൊന്നു മോളൊന്ന് ചിരിച്ച്. മോളൊന്ന് ചിരിച്ച്. മോളെ, എന്റെ പൊന്നു മോളെ.
ഡോക്ടർ അല്ലേ? ഇല്ല, ഒരാഴ്ചത്തേക്ക് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. ചേച്ചിക്ക് തരാൻ ഒരു എഴുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ജെൻസിക്ക്, ഒരു ഹൃദ്രോഗിയായ ജെൻസിയെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ മറ്റൊരു ലേഡി ഡോക്ടറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാം തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രാജുവിനെ കണ്ടിട്ട് വലിയ മനപ്രയാസത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. മറയ്ക്കാതിരി ആശാനെ. എന്തുണ്ടെങ്കിലും തുറന്നു പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ എൻ്റെ ഒരു പഴയ സ്നേഹിതനായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അറിയാതെ സ്വന്തം സഹോദരിയെ സ്നേഹിച്ചു പോയ ദുഷ്ടനാണ് ഞാൻ. അങ്ങനെയോ? കേട്ടതിൽ നിന്നും പല സംശയങ്ങളും തോന്നുന്നുണ്ട്. ഏതായാലും രാജീവ് എത്രയും വേഗം ചെന്ന് ഡാഡിയെ കാണണം. എനിക്കതിന് ധൈര്യം പോരാ. നോനോ, ഇന്ന് തന്നെ ഡാഡിയെ കാണണമെന്ന എന്റെ ഉപദേശം. ഡോക്ടർ രാജീവില്ലേ? അകത്തുണ്ട്. എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. കാണാൻ സാധ്യമല്ലെന്ന് പറയാൻ പറഞ്ഞു. പ്ലീസ് ഒന്ന് പറയൂ. ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ജെൻസി വന്നെന്ന് പറയൂ. കാണാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നിൽക്കുന്നത്? പൊലിയുന്ന പ്രകാശനാളത്തിന്റെ ഗൽഗതം ആരറിയാൻ? ഉദയത്തിന് മുൻപ് തന്നെ അസ്തമയവും ആരംഭിക്കുകയായി. രാജീവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഡോക്ടർ ശ്രീദേവി വിവാഹം കഴിക്കാൻ. എങ്കിൽ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് രാജീവ്. ഹലോ, ഡോക്ടർ രാജീവില്ലേ? ഉണ്ടോട്ടെ. ഞാൻ ജെൻസിയാണ്. എനിക്കൊന്ന് സംസാരിക്കണമല്ലോ. കൊടുക്കാം. ഹലോ, ഡോക്ടർ ഇല്ലേ? ഉണ്ട്, പക്ഷേ തിരക്കിലാണ്. ഞാനാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇപ്പൊ കാണാൻ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു. എന്തൊരു ചുമയായത്? നെഞ്ചുവേദന പപ്പ. രാജു ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട, രാജു തിരുവനന്തപുരത്ത് പോയി. വേറെ ഡോക്ടറെ? വേണ്ട പപ്പ. ഞാൻ പോയി ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടുവരാം. ഞാൻ സാവിത്രിയെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയണ്ടേ? രാജീവിനെ പറ്റി അതിപ്രധാനമായ ഒരു കാര്യം സംസാരിക്കാനാണ്. രാജീവിന്റെ വിവാഹം ഉറപ്പിക്കാമെന്ന് വെച്ചു. സാവിത്രിയോട് ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. രാജീവിനോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രാജീവ് എനിക്ക് ജീവന് തുല്യമാണ്. അവൻ എൻ്റെ മകനല്ലെന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന ദുഃഖം ഞാനതൊരിക്കലും പറയരുതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ സ്നേഹിച്ചത് എന്റെ സ്വന്തം മകളെയാണ്. അപ്പോൾ പിന്നെ പറയാതെന്ത് ചെയ്യും? അമ്മയുടെ മകളെയോ? അതെ, എന്റെ അന്വേഷണം വിജയിച്ചു. എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടി. ജെൻസി, അതാണ് അവളുടെ പേര്. സാവിത്രിക്ക് ഇഷ്ടം തന്നെയല്ലേ? എന്റെയും അവന്റെയും കാണപ്പെട്ട ദൈവമാണ് അങ്ങ്. അവിടെ നിന്ന് എന്ത് തീരുമാനിച്ചാലും. അമ്മേ, അമ്മേ,
മോനെ രാജി, ഡാഡി എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതിനോട് പറഞ്ഞില്ല? മോനെ, നീ എന്റെ രക്തത്തിലെന്ന് പറഞ്ഞില്ലെങ്കിലും ഒരച്ഛനിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എന്നിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഡാഡി, ഇതെന്താ മോനെ കൊച്ചുകുട്ടികളെ പോലെ? കേക്ക് മോനെ, നിന്റെ അച്ഛൻ അശോക സാറിന്റെ സഹപാഠിയായിരുന്നു. രാജൻ എന്നാണ് പേര്. രണ്ടുപേരും ആത്മസുഹൃത്തുക്കളായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് അച്ഛൻ എന്നെ വിവാഹം കഴിച്ചത്. അച്ഛൻ എക്സ്പോർട്ട് ബിസിനസ് ആയിരുന്നു. മത്സരം കാരണം അത് തകരാൻ തുടങ്ങി. കടം വർദ്ധിച്ചു. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അന്ന് സന്ധ്യയ്ക്കാണ് അത് സംഭവിച്ചത്. ഹലോ ഹലോ, അശോക് സാറില്ലേ? രാജേട്ടന്റെ കാർ ഇടിച്ചു. സീരിയസ് ആണ്. GH-ൽ ഉടനെ എത്തണം. ഇപ്പോഴും ഇവിടുന്ന് പോയതാണല്ലോ. ഞാൻ ഉടനെ എത്തുന്നുണ്ട്. എന്റെ മകനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവനെ ഒരു വലിയ ഡോക്ടറാക്കണം. വാക്ക് തരൂ. ഞാൻ വാക്ക് തരുന്നു. എനിക്ക് സമാധാനമായി. ഞങ്ങളെ ചതിക്കല്ലേ. 6 മണിക്കാ സ്വീകരണം. വന്നേക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സുഖമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. തീർച്ചയായും വരണം. നോക്കട്ടെ. ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് എന്റെ കൂപ്പുകൈ. നമ്മുടെ മാന്യ അതിഥിയോട് ഒരു അപേക്ഷ കൂടിയുണ്ട്. മുന്തിരിക്കാട്ടിലെ ഒരു ഭാവഗീതം ഞങ്ങളെ പാടി കേൾപ്പിക്കണം.
കുഴഞ്ഞല്ലോ. സാറുമില്ല രാജീവുമില്ല, പിന്നെന്ത് ചെയ്യും? രാജീവിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സേവനോട് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചോ സാർ? ഓപ്പറേഷന് വേണ്ടി തിയേറ്റർ അറേഞ്ച് ചെയ്യും. ഓക്കെ സാർ. ഹലോ, സേവിയറോ? സീരിയസ് ആണോ? ജെൻസി മോൾക്ക് സീരിയസ് ആണോ? ആ ഉണ്ട്, രാജീവ് ഉണ്ട്. ഞങ്ങൾ ഉടൻ വരാം. മോനെ, ജെൻസി മോൾക്ക് സീരിയസ് ആണ്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സ്ഥലത്തില്ല. അമ്മ ഞങ്ങൾ പോയിട്ട് വരാം. 5 മണി വരെ മാത്രമേ പ്രതീക്ഷിക്കാനാവൂ. ഗോപാലകൃഷ്ണൻ സാർ വന്നില്ലെങ്കിൽ? നല്ല കാര്യം. ജെൻസി സീരിയസ്. തിയേറ്റർ റെഡി സാർ. കമോൺ. സാറിന് ഒരു എഴുത്തുണ്ട്. തിരക്ക് കാരണം ഇന്നലെ തരാൻ കഴിഞ്ഞില്ല. എന്റെ രാജീവിന് വിട പറയും മുമ്പേ ഞാൻ 2 വരികൾ കുറിച്ചുകൊള്ളട്ടെ. രാജനങ്കളിന്റെ മകനാണ് രാജീവെന്നും അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് തടസ്സമൊന്നുമില്ലെന്ന് അച്ഛൻ അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ക്ലിനിക്കിൽ വന്നത്. അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും രാജീവ് ഒന്ന് കാണാനുള്ള അവസരം പോലും തന്നില്ല. ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറിയത് എന്തിനാണ്? അതാ അല്പമകലെ മരണം എന്നെ കാത്തു നിൽക്കുകയാണ്. എന്റെ ചിത എരിഞ്ഞടങ്ങും മുമ്പെങ്കിലും വരില്ലേ? നീ പോവുകയാണ്? എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എന്നെ മറക്കൂ രാജീവ്. ഞാൻ എപ്പോഴും നിങ്ങളെ കാണുന്നുണ്ടാവും. അകലങ്ങളിൽ നിന്ന്. ദൂരെ ഒരു സങ്കല്പം മാത്രമല്ലേ? ഇല്ല, നിനക്ക് പോകാൻ കഴിയുകയില്ല. നീ പോകുന്നിടത്തേക്കെല്ലാം ഞാനും വരും. നോ, യു കാൻറ്റ് ലീവ് മീ. യു കാൻറ്റ് ലീവ് മീ. ഡാഡി വരൂ, ഞാൻ വേഗം മേലോട്ട് ചെല്ലട്ടെ. വേഗം പോകുമ്പനെ അറിയാം. എന്തായി മോനെ? ഓപ്പറേഷൻ സക്സസ് ആയോ?
ഒന്നും പറയാറായിട്ടില്ല. ദൈവമേ, മോൾക്ക് ബോധം തെളിഞ്ഞു. നമ്മുടെ മോൾ രക്ഷപ്പെട്ടു. ഈശ്വര, ജയന്തി, ജയന്തി, രാജീവ് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല. എത്ര അകലെ നിന്നാണ് ഞാൻ മടങ്ങി വരുന്നതെന്നറിയാമോ? രാജീവ് ഇനിയും എന്നെ വേദനിപ്പിക്കരുതേ, പ്ലീസ്. ജയന്തി.